നമസ്കാരം. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഓസ്കാർ അഭിനയത്തിന് ശേഷം 2 ഇണപ്രാവുകൾ ശാന്തരായി. മക്കളെ, ശാന്തരായി. ഇപ്പോൾ അവർ ബിൽക്കുൽ നോർമൽ ഹെ. ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഒരു കുരുവില്ല. ഇപ്പൊ അവർ വളരെ നോർമലാണ്. അവർ പുതിയ ടാർഗറ്റുകളെ കണ്ടെത്തി. ജിൻഡോയെ ഞാൻ ടാർഗറ്റ് ചെയ്യുമെന്ന് നമ്മുടെ ഗബ്രിയാഷൻ പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒരു ലോഡ് ഡ്രാമകളായിരുന്നു. ചിലരൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന ഗബ്രിയുടെ, അതല്ല വീട്ടിനകത്തുള്ളവർ പറയുന്നുണ്ട്, ഗബ്രിയുടെ പിന്നീട് ഇമോഷൻ കറക്റ്റ് ആയിരുന്നു, ജാസ്മിൻ മാത്രമാണ് ഡ്രാമ കളിച്ചത്. അല്ല, ഗബ്രി ഉൾപ്പെടെ, ഗബ്രി ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ, അവർ കളിച്ചത് ഡ്രാമ തന്നെ. അല്ലാതെ വേറെ അവർക്ക്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ, അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ഇവരുടെ ചോദ്യശരങ്ങൾ, ഇവർക്ക് നേരെ വരുന്ന ചോദ്യശരങ്ങൾക്ക് ഒരു തടയിടണമെങ്കിൽ ഇത് അത്യാവശ്യമായിരുന്നു. മനസ്സിലായി? ഇപ്പൊ ആരും ചോദിക്കുന്നില്ലല്ലോ. ഇപ്പൊ പാവം ജാസ്മിൻ പറയില്ല, ഞാൻ മെന്റലി ഡൗൺ ആയി നിൽക്കുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് എന്ത് ചെയ്യാം, പവർ ടീമിലേക്ക് കൊണ്ടുവരിക എന്ന് ജാസ്മിൻ പറയുന്നു. തളർന്ന് ഒരു സൈഡിൽ ഇങ്ങനെ ബോധം കെട്ടി വീഴാൻ പോയ നമ്മുടെ പണ്ടത്തെ കഴിഞ്ഞ വർഷത്തെ അനിയൻ മിഥുനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിനയമാണ് ഗബ്രി കാഴ്ചവെച്ചത്. ഗബ്രി ഇങ്ങനെ തളർന്ന് വീഴാൻ പോകുന്നു, പിന്നെ ചാടി വീണ് എണീറ്റ് പോകുന്നു. പിന്നീട് നമ്മുടെ ഈ പവർ ടീം സെലക്ഷന്റെ ഇതിലേക്ക് 1ാം നമ്പർ എടുക്കാൻ വേണ്ടി ഓടി ചാടി പോകുന്ന ഗബ്രി, അതിനുശേഷം തുള്ളിച്ചാടി വളരെ ആക്ടിങ്ങും പുതിയ വെർഷനൊക്കെ കൊണ്ടുവരുന്ന ഗബ്രി. അപ്പോ അമാതിരി അഭിനയമായിരുന്നു ഇന്ന്. ആ അഭിനയത്തിൽ അവരെന്താണ് ആഗ്രഹിച്ചത്, അവരെന്ത് ഉദ്ദേശിച്ചാണോ ഈ അഭിനയം കാഴ്ചവെച്ചത്, അത് സാധിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ജാസ്മിന്റെ അഭിനയം എന്ന് വെച്ചാൽ ഈ എന്റെ അമ്മയും മാതിരി അഭിനയം. ജാസ്മിൻ വിളിച്ച് കലി തുള്ളി. അവളെ ഏറ്റവും കൂടുതൽ വേഗം മറ്റൊന്നുമല്ല, നമ്മുടെ എന്റെ പ്രിയതമ, പ്രിയ കാമുകൻ എന്റെ അടുത്ത് സംസാരിക്കുന്നില്ല. മറ്റാരൊക്കെ കുറ്റപ്പെടുത്തിയാലും ലോകം മുഴുവനും എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നാലും എന്റെ അരികിൽ, എന്റെ അടുത്ത് എന്റെ കാമുകനായ ഗബ്രി ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നിനെയും പേടിക്കാനില്ല. ഞാൻ കല്ല് പോലെ നിൽക്കും, ഞാൻ മല പോലെ ഉറച്ചു നിൽക്കും. മനസ്സിലായോ? ഞാൻ കൊടുങ്കാറ്റ് പോലെ ശക്തിയാകും. അവിടെ ഗബ്രി പഴമിഴിങ്ങിയവനെ പോലെ എന്ത് ചെയ്തിട്ടെന്ന് അറിഞ്ഞൂടെ, അത് കണ്ണം തള്ളി ഉമ്മറിനെ പോലെ ഒരു സൈഡിൽ ഇരുന്നപ്പോ എവളെ കൺട്രോൾ തെറ്റി. അതിന്റെ ഇടയിൽ കൂടി ആര്, നമ്മുടെ ജിൻഡോ വന്ന് നല്ല രീതിയിൽ കൊടുക്കുകയും കൂടി ചെയ്തു. എടുത്തിടറി ബൈക്ക്, എന്താടി നീ എടുത്തിടറി, ഇല്ലെങ്കിൽ പെട്ടിയും കിടക്ക എടുത്തിട്ട് പൊടി എന്ന് പറയുകയും കൂടി ചെയ്തപ്പോ ലവളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. ലവൾ ആദ്യം എന്ത് ചെയ്തു, കുറച്ചു നേരം ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ നോക്കി. അതിനുശേഷം ബിഗ് ബോസ് പോലും ഇടറി ബൈക്കെന്ന് പറഞ്ഞപ്പോ ഈ പറയുന്ന ജിൻഡോ അവിടെ നിന്ന് ചിരിച്ചു കൂവി അട്ടഹസിച്ചു. ഇത് പാവം നമ്മുടെ കഥാനായികയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അയ്യോ എനിക്ക് പോണേ, എന്നെ വീട്ടിൽ കൊണ്ടുപോണേ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് അവസാനത്തെ ഡ്രാമ, അവസാനത്തെ അടവ്, 19ാമത്തെ അടവ് നമ്മുടെ ജാസ്മിൻ ജാഫർ പുറത്തെടുക്കുന്നു. അതിലെല്ലാരും വീഴുന്നു. മെയിനായിട്ട് നമ്മുടെ റസ്മിൻ ഭായ് കൊണ്ടുപോയി, നിനക്കും എന്ത് കുഴപ്പം, മറ്റേ ഗബ്രിക്ക് എന്ത് കുഴപ്പം, നിന്നെ കൊണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല, എന്തോക്കെ അവള് പറയണു, എന്തോക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കണ്ണിട്ട് തള്ളി നോക്കുന്നുണ്ട് ആര്, നമ്മുടെ ഗബ്രി. കമാന്നൊരക്ഷരം മിണ്ടാതെ തൊട്ടടുത്ത ഭ്രാന്തനെ പോലെ, മാനസിക നില തെറ്റിയവനെ പോലെ അവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം എന്തായാലും കഥാനായികനെ എന്ത് ചെയ്തു, പിന്നെ മെഡിക്കൽ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പക്ഷെ എന്റെ അടുത്ത് അവന്മാരെ വീണ്ടും ചോദിക്കുമല്ലോ. ഇപ്പൊ എന്തായാലും അവരുടെ അടുത്ത് ചോദിക്കൂല, കാരണം അവളെ കൊണ്ടുപോയല്ലോ. മനസ്സിലാക്കണം. അവളെ എന്ത് ചെയ്തു, അവളെ കരഞ്ഞ് വിളിച്ച്, അവള് പിന്നെ ഗബ്രിയേയും കാട്ടി ഒരു പടി മുന്നിലായിരുന്നു, സ്കോർ ചെയ്തു ഇവളെയും കാട്ടി. വിചാരിക്കാൻ തള്ളേതാ അവളതാ കൺഫഷൻ റൂമിൽ പോയി വിളിക്കുന്നു, കരയുന്നു, അലറുന്നു. ഇനി അവളടുത്ത് ആരൊന്നും ചോദിക്കില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പെട്ട് എന്ന് വിചാരിച്ച നമ്മുടെ ഗബ്രിക്ക് പെട്ടെന്നൊരു ഐഡിയ, ബോധം കെടാം. അങ്ങനെ പൂജ വണ്ടി ഇരുന്നപ്പോൾ ബോധം കെട്ടുന്നതായിട്ട് അഭിനയിച്ചു. അങ്ങനെ എല്ലാരും കൂടി പൊക്കിയെടുത്ത്, ഞാൻ ഉള്ളതാണ് പറയുന്നത്, ഇതെല്ലാം നടന്ന കേസുകളാണ്. ഞാൻ തമാശയായിട്ട് പറയുന്നെങ്കിൽ ഇതൊക്കെ നടന്ന കേസ്, ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ അനിയൻ മിഥുനെ പിടിച്ചു നിർത്തി, മറ്റേ സനയുടെ കഥയൊക്കെ പറഞ്ഞ വലിയ പീസ് കിട്ടുന്ന അനിയൻ മിഥുനെ പിടിച്ച് കൊടഞ്ഞപ്പോ അനിയൻ മിഥുന് വേറെ ഉത്തരവില്ലായിരുന്നു. ശരിയാണ്, സത്യം, ഞാൻ പറഞ്ഞ സത്യമാണ് ലാലേട്ട, സത്യം എന്ന് പറഞ്ഞിട്ട് മണ്ടനെ പോലെ കിറങ്ങി വീണ ഓർമ്മയുണ്ടല്ലോ, ബോധം കെട്ടി വീണ ഓർമ്മയില്ല. അതുപോലെ ഗബ്രിയുടെ മനസ്സിലേക്ക് അനിയൻ മിഥുൻ എന്ന് പറയുന്ന രക്ഷാധികാരി കയറി വന്നു. ആ ഒരു സംഭവം, അനിയൻ മിഥുന്റെ സംഭവം ഈ ഗബ്രിയുടെ മനസ്സിലേക്ക് വന്നു. ഗബ്രി വിചാരിച്ചു ശരി ജസ്റ്റ് ഒന്ന് ബോധം കെട്ടേക്കാം. അങ്ങനെ ഗബ്രി ബോധം കെടുന്നായിട്ട് അഭിനയിക്കുന്നു, എടുത്തു പൊക്കിക്കൊണ്ട് പോകുന്നു. അവസാനം ഗബ്രി നോർമൽ, ഗബ്രിക്ക് ഒരു ഗുരുവില്ലായിരുന്നു. ഗബ്രി അവിടെ വന്ന് എന്തോ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ഗബ്രി തിരിച്ചു. ഇപ്പൊ രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. അതിനുശേഷം ഈ പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ പിന്നീട് അവരുടെ ഉപദേശം കിട്ടുന്നു. അതൊക്കെ കേട്ടതിനു ശേഷം ഗബ്രി
100 മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചു വന്ന് തന്റെ കാമുകിയോട് അങ്ങനെ ഇതുവരെ പിണങ്ങിയിരുന്ന ഇന്നലെ തൊട്ട് ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന കാമുകയെ തല തടവിക്കൊണ്ട് പറയുന്നു ഐ ലവ് യു. ഇത് പറയാൻ കാത്തിരുന്ന നമ്മുടെ കഥാനായിക തിരിച്ചു പറയുന്നു ഐ ലവ് യു ടു ഗബ്രി. ഗബ്രി വീണ്ടും പറയുന്നു ഐ ലവ് യു. അവൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഉറക്കെ പറയുമോ എന്ന് ഗബ്രിയോട് ആര് ചോദിക്കുന്നു? നമ്മുടെ കഥാനായികയായ നമ്മുടെ ജാസ്മിൻ ജാഫർ ചോദിക്കുന്നു. ഗബ്രി അല്ലേ ആള്? 1 അല്ല 4 പ്രാവശ്യം ഞാൻ ഉറക്കെ പറയുമെന്നുള്ള ആവേശത്തോടു കൂടി ഗബ്രി ഉറക്കെ പറയുന്നു ഐ ലവ് യു മൈ ചക്കരേ. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ ജാസ്മിനും തിരിച്ച് ഐ ലവ് യു പറയുന്നു. അപ്പൊ അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി. മനസ്സിലായോ? അവരെന്താണ് ആഗ്രഹിച്ചത്? അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. കാരണം ഇനി ആരും ചോദ്യശരങ്ങളുമായിട്ട് വരരുത്, അല്ലെങ്കിൽ ചോദ്യശരങ്ങളുമായിട്ട് വന്നിരിക്കും. ഇപ്പൊ ഒറ്റ മനുഷ്യർ വരുന്നില്ലല്ലോ. ഇനി അവർ ഇപ്പൊ കഴിഞ്ഞ വട്ടം കാണിച്ചത് ഇതുവരെ കാണിച്ചതിനെ കാട്ടിയുള്ള എക്സ്ട്രീമിലേക്ക് അവർ പോകും. ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ മേക്കപ്പ് ഇടാതെ ഇരുന്നപ്പോഴാണ് നീ ഭയങ്കര സുന്ദരി എന്ന്. മേക്കപ്പ് ഇട്ടാലും സുന്ദരി, അവളെ മേക്കപ്പ് ഇട്ടല്ലെങ്കിൽ സുന്ദരി. മൊത്തത്തിൽ അവളൊരു ഭൂലോക സുന്ദരിയാണ്. ആർക്ക്? ഈ പറയുന്ന ഗബ്രിക്ക്. ഭൂലോക സുന്ദരി എന്ന് വെച്ചാൽ ഭൂലോക സുന്ദരിയാണ്. മനസ്സിലായോ? അപ്പോ ഇതൊക്കെ കഴിഞ്ഞു, അവര് സെറ്റായി. ഈ പിന്നെ അഫ്സൽ എവിടെയോ പോയി. അഫ്സൽ എന്ന് പറഞ്ഞ പാങ്ങൻ ആരാണെന്ന് പോലും അവൾക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇനി അടിച്ചിറക്കിയാൽ കൂടി, ഇവിടെ നിന്നൊക്കെ അടിച്ചിറക്കിയാൽ കൂടി അവരാ വീട്ടിൽ നിന്ന് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? അല്ല, ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ എനിക്ക് വീട്ടിൽ പോകണം? ആ പറയണേലും കൂടി വലിയ ഇതൊന്നുമില്ല. അപ്പം എന്ത് ചെയ്തു? അപ്പൊ കുറെ ഡ്രാമയും കാര്യങ്ങളൊക്കെ ഇറക്കി മറ്റുള്ളവരെല്ലാം കുപ്പിയിലാക്കി. അതിൽ കുറെ പേർക്കൊക്കെ മനസ്സിലായിട്ട് സായിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സായിയാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പിന്നീട് ആരെടുത്ത് ജിന്റെ അടുത്ത് പറഞ്ഞു വിടുന്നത്, അവള് മൈക്കിട്ടില്ല പോയി ചൊറിയുന്നു. ജിന്റെ ഒരു ഇങ്ങനെ കൈ കാലൊക്കെ ഇങ്ങനെ വിടർത്തിക്കൊണ്ട് ജിന്റെ അങ്ങോട്ടൊക്കെ ഏറിയ 2 കൊടുത്തപ്പോൾ മറ്റാൾക്ക് അങ്ങ് കൊണ്ടു. അങ്ങനെയാണ് അടി തുടങ്ങിയത്. പക്ഷെ ഇവിടെ എടുത്തു പറയണം, സായി കുറച്ച് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. സായിയുടെ കളികൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ സായി കുറച്ച് കാര്യങ്ങൾ സായി പറഞ്ഞ ഒരു കാര്യം പിന്നീട് വളരെ വാലിഡ് ആയിട്ട് എനിക്ക് തോന്നി. സായി എന്നൊരു കാര്യം പറഞ്ഞു, വാശി പിടിച്ചിരിക്കുന്ന ഒരാള് ഒരിക്കലും മെന്റലി ഡൗൺ അല്ല, മെന്റലി സ്ട്രോങ് ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ജാസ്മിനും ഗബ്രിയും വാശി പിടിച്ചിരിക്കുന്നു എങ്കിൽ, ഞാൻ കഴിക്കില്ല എന്നുള്ള വാശിയാണെങ്കിൽ അവർ മെന്റലി ഡൗൺ അല്ല, അവർ മെന്റലി സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് തോന്നുന്നു. അതുമല്ല ഇന്നത്തെ ഉടനീളം നോക്കാൻ സായിയുടെ പിന്നീട് കുറെ കാര്യങ്ങൾ സായിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവൻ ഇടപെടുന്നുണ്ട്. എല്ലാ കാര്യവും തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ കയറി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു? ഇവിടെ പവർ ടീമിനെ പിന്നെ തിരഞ്ഞെടുക്കുന്നു. അതിനകത്ത് എന്താണ് ഒരാളെ എന്ത് ചെയ്യണം? ഇപ്പം മറ്റേ അഭിഷേക് ജയദീപിനെ ശ്രീകുമാറിനെ എന്ത് ചെയ്തു? മാറ്റിയല്ലോ. 2 ആഴ്ച തുടർച്ചയായിട്ട് നോമിനേഷനിലായതുകൊണ്ട് അതിന് പകരമായിട്ട് മറ്റ് 3 ടീമിൽ നിന്ന് ഒരാളെ എടുക്കാന്ന് പറയുന്നു. പിന്നെ നമ്പരും കേക്കൊക്കെ വെച്ച് ഓടിപ്പോകുന്നു, എടുക്കുന്നു, അവരുടെ സംഭവങ്ങൾ പറയുന്നു. അവസാനം അവര് സിബിൻ എന്ത് ചെയ്യുന്നു? അവരുടെ പവർ ടീമിലേക്ക്, എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ സിബിനെ അവരുടെ പവർ ടീമിലേക്ക് എടുക്കുന്നു. അപ്പൊ പവർ ടീം ഇപ്പോൾ ജാൻമണി, ഋഷി, പൂജ, ശരണ്യ, ശിവൻ, ഇതാണ് ഇപ്പോഴത്തെ പവർ ടീം. ഇതിനിടയ്ക്ക് പവർ ടീമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ നമ്മുടെ നോറയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു, ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലേ ഇവരെന്നെ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരെ പവർ ടീമിലെ തന്നെ കുറെ കുറ്റങ്ങളങ്ങ് പറയാമെന്ന് വിചാരിച്ച് ഉള്ള അവസരം പാഴാക്കാതെ കുറെ കുറ്റങ്ങൾ പറയുന്നുണ്ട് നോറ. അപ്പോ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നടന്നത്. വേറെ വല്ലതും നടന്നോ? എന്തിന് എവരിബഡി നീഡ് സമ്മൺ? ഇതൊക്കെ ആര് പറഞ്ഞു? എവരിബഡി നീഡ് സമ്മൺ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇതൊക്കെ ഈ നമ്മുടെ ഗബ്രി പറഞ്ഞു കൊടുത്ത പിന്നെ പ്രഭാഷണങ്ങളാണ്. മനസ്സിലായോ? എല്ലാവർക്കും ആരെങ്കിലൊക്കെ വേണം. എനിക്ക് തന്നെ കിട്ടിയത് വളരെ വലിയൊരു ഭാഗ്യമാണ്. അത് അറ്റാർക്കും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പൂണ്ട് വിളയാടാം. ഇനിയിപ്പോ ആരുമില്ല. മണ്ടനും പോയി, പിടിച്ചവനും പോയി, എല്ലാരും പോയി, വാപ്പയും പോയി, പിന്നെ ആരും പോയി, അഫ്സലും പോയി, ലാലേട്ടനും പോയി, വീട്ടുകാരും പോയി. നമുക്ക് ഇനി ഇവിടെ കിടന്ന് പൂണ്ട് വിളയാ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. പിന്നെ കല്യാണം അതൊക്കെ പിന്നീടല്ലേ. ഇല്ലെങ്കിൽ നീ അല്ലെങ്കിൽ വേറെ. ഇവിടെ നമുക്ക് കിട്ടുന്ന അവസരം നമുക്ക് മാക്സിമം അങ്ങോട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കളിയും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബിഗ് ബോസ് നല്ലൊരു കളി കളിച്ചു. അതായത് ഈ പറയുന്ന ഇന്ന് കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ ആരും എലിമിനേഷൻ ഇല്ലായിരുന്നു. എന്തുകൊണ്ട് എലിമിനേഷൻ ഇല്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രീനെയും ഈ പറയുന്ന ജാസ്മിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എലിമിനേഷൻ ഇല്ലായിരുന്നത്, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ എലിമിനേഷൻ ഇല്ലാതെ വെക്കുകയും അതുമല്ല ഉണ്ടായിരുന്നവരെ എന്ത് ചെയ്തു? വീണ്ടും എടുത്ത് എലിമിനേഷനിൽ അത് പിന്നെ നോമിനേഷനിലേക്ക് അതേ നോമിനേഷൻ തന്നെ എന്ത് ചെയ്തു? ഇപ്പോഴും തുടർന്ന് പോകുന്നു എന്ന് പറയാം. അതിനർത്ഥം ഗബ്രിയും ഇല്ല, ജാസ്മിനും അടുത്ത ആഴ്ചയും ഇല്ല. മനസ്സിലായോ? അതിന്റെ അടുത്തായി പിന്നെ അതായത് 10-14 ദിവസം അവർക്ക് ഇനി വീട്ടിൽ നിൽക്കുക. ഈ 14 ദിവസം കൊണ്ട് എന്തെല്ലാം മാക്സിമം കണ്ടന്റ് കിട്ടാൻ പറ്റുമോ അതെല്ലാം അവർ അതിന്
എടുക്കും. അതിനിടയ്ക്ക് എന്തെങ്കിലും കുറച്ച് പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും കൂടി വരട്ടെ. അപ്പൊ 14 ദിവസത്തേക്ക് സേഫ് ആയോ? ഗബ്രിയും ജാസ്മിനും 14 ദിവസത്തേക്ക് സേഫായി. അപ്പൊ അവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിച്ച കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കെൻഡിൽ ഒരാളെങ്കിലും രണ്ടുപേരൊക്കെ പോകേണ്ടതായിരുന്നു. ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ വീണ്ടും നോമിനേഷൻ വെക്കേണ്ടതായിട്ട് വരും. ഈ പുതിയ നോമിനേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഉറപ്പായിട്ടും ആര് വരും? ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും വരും. ജാസ്മിനും ഗബ്രിയും ഒത്ത് വന്നു കഴിഞ്ഞാൽ ഗബ്രി ഔട്ടാവും. ഒരൊറ്റ വോട്ട് അവന് കിട്ടത്തില്ല, അവൻ ഔട്ടാവും. അപ്പൊ അത് അവർ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് നാറി പുഴുത്ത് എന്തെല്ലാം കിട്ടാനുണ്ട് അവർ വഴി, അല്ലെങ്കിൽ ഗബ്രി വഴി, അല്ലെങ്കിൽ ജാസ്മിൻ വഴി എന്തൊക്കെ പൈസ കിട്ടാവുന്ന അതെല്ലാം അവർ അള്ളി പിടിച്ചിട്ടേ വിടത്തുള്ളൂ. അതുകൊണ്ട് പരമാവധി നാട്ടിച്ചുകൊണ്ടേ അവരെ ഇറക്കി വിടത്തുള്ളൂ. അതുമല്ല, ഗബ്രിയും ജാസ്മിനും പരമാവധി സുഖിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.